ഫലഖിയഹു ഷരീഫ്. അപ്പൊ ഈ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട വേണ്ടാത്തരവുമായി മുന്നോട്ട് നീങ്ങുന്ന ഇയാൾ ഇത് കണ്ടു. ഫലഖിയഹു ഷരീഫ്. ഇദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ആളുകളുമായി അവരുടെ ഖിദ്മത്തിലായി ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രംഗം കണ്ടപ്പോ ഇയാളുടെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾ? ഫലഖിയഹു ഷരീഫു സക്റാൻ. അയാൾ നല്ല വെള്ളത്തിലാണ്. സംഗതി തങ്ങളാണ്, പക്ഷേ വെള്ളത്തിലായിട്ടാണ് ഇയാളെ കണ്ടത്. കണ്ടപ്പം വകാനന്നാസു യത്റുദൂന ഷരീഫ്. ഈ തങ്ങളെ ജനങ്ങളൊക്കെ ആട്ടിയോടിക്കുന്നു, പോവിടുന്നു. വയുബഇദൂനഹു അൻ ത്വരീഖിഹി. അവരുടെ വഴിയെത്തൊട്ട്, അദ്ദേഹത്തിന്റെ വഴിയെത്തൊട്ട് ആട്ടി വിദൂരത്താക്കുന്നു. ഫഗലബഹും. അപ്പോൾ ഇദ്ദേഹം അവരെ മുഴുവനും ആക്രമിച്ചുകൊണ്ട് അതാ ഈ ശൈഖിന്റെ അടുത്തേക്ക് വരുന്നു, ഈ വലിയ മഹാപണ്ഡിതന്റെ അടുത്തേക്ക്. ഈ മഹാന്റെ അടുത്തേക്ക് വന്നിട്ട് ഇയാളെ പിടികൂടി, ഇയാളെ വസ്ത്രവും മറ്റും പിടിച്ചിട്ട് ഇയാളോട് പറയാൻ വഖാലലഹു യാ അസ്വദൽ ഹവാഫിരി വശവാഫിർ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഇൽമും തഖ്വയൊന്നുമില്ലാതെ ഞാൻ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് നേരം വൈകുന്നേരമായാൽ ആടിപ്പാടി ഇങ്ങനെ നടക്കുന്ന ടീം ഇപ്പോഴും ഉണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ടീമുകൾ. സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവർ വേദനാജനകമാണ് ആ വിഷയം കേൾക്കുമ്പോൾ. അതിന് മറുപടി ഇദ്ദേഹം പറയാൻ പോകുന്നു. ഈ പണ്ഡിതൻ കയറി പിടിച്ചു ഈ പണ്ഡിതനെ. പിടിച്ചിട്ട് വിളിച്ചു, യാ അസ്വദൽ ഹവാഫിരി വശവാഫിർ. ഓ കരുങ്കാലി. ഇദ്ദേഹത്തെ വിളിക്കുകയാണ്, കാല് കറുത്തവൻ, കരുങ്കാലി എന്ന് വിളിച്ചു. വൽ വശവാഫിർ. ഒട്ടകത്തെ പോലെ തടിച്ച് കറുത്ത ചുണ്ടുകളുള്ള, ഒട്ടകത്തെ പോലെ കറുത്ത കാലുകളും ചുണ്ടുകളുമുള്ള മനുഷ്യ, കരിങ്കാലി എന്ന് വിളിച്ചുകൊണ്ട് കറുകറുന്നനെ കറുത്തവനെ, യാ കാഫിർ അബ്ന കാഫിർ. കാഫിറിന്റെ മകൻ കാഫിറെ. ഇയാളെ വന്നുകൊണ്ട് വിളിക്കുക, നിന്റെ വാപ്പ ആരാണോ പച്ച കാഫിറായിരുന്നില്ലേ? സംഗതി ശരിയാണ്, പക്ഷെ ഇദ്ദേഹം വലിയ മഹാനായി മാറി. എന്നിട്ട് പറഞ്ഞു, അനബ്നു റസൂലില്ലാഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മോനാണ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മോനാണ്, തങ്ങളാണ്. ഞാൻ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. ഉദല്ലു വതുജല്ലു വഉദമ്മു വതുക്റമു വഉഹാനു വതുആനു. ഉദല്ലു, എന്നെ നിന്ദിക്കപ്പെടുന്നു. വതുജല്ലു, നിന്നെ ആദരിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ പറ്റോ? തങ്ങളെ അവഗണിച്ചിട്ട് നിന്നെ ആദരിക്കേ ഞാൻ അനുവദിക്കൂല. ഉദല്ലു വതുജല്ലു വഉദമ്മു വതുക്റമു, എന്നെ അവഹേളിക്കുകയും നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. വഉഹാനു വതുആനു, എന്നെ വളരെ വഷളത്തരത്തിലാക്കുകയും എന്നെ നിന്ദിക്കുകയും നിന്നെ സഹായിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരിക്കലും ഞാൻ ഇത് സമ്മതിക്കില്ല. ഫഹമ്മന്നാസു ബിദർബിഹി. അപ്പൊ ജനങ്ങളെല്ലാവരും ഇയാളെ നല്ലോണം നാലെണ്ണം അങ്ങ് പാസ്സാക്കി കൊടുത്താലോ എന്ന് കരുതി തല്ലാനൊരുങ്ങി തങ്ങളെ. അപ്പോഴേക്ക് മറ്റേയാളുടെ വിടുകയാണ്, അഹ്ലുബൈത്താണ്. കണ്ട നിങ്ങൾ, പല ആലിമീങ്ങളും പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു മാനസിക വിഷമമുണ്ടാകാറുണ്ട്. ഇത് തങ്ങന്മാരെ കുറ്റം പറയരുത്, ഒന്നിന്റെ പേരിലായാലും തങ്ങന്മാരെ കുറ്റം പറയരുത്. ഇൽമും തഖ്വയില്ലെങ്കിൽ അവർക്ക് ബഹുമാനവും ആദരവില്ല എന്നുള്ളത് ശരി, പക്ഷേ തങ്ങൾ എന്ന നിലക്ക് അവരെ കുറ്റം പറയാൻ പാടില്ല. ഒന്നും ചെയ്യരുത്. മുത്ത് മൂത്രത്തിൽ വീണാലും മുത്ത് തന്നെയാണ്, കഴുകിയാൽ അത് വൃത്തിയാവും എന്നതുപോലെയാണ്. ആ കാര്യം നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ നാക്ക് വെറുതെ മലിനമാക്കാൻ പാടില്ല. തല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇയാൾ അവിടെ ഇടപെടുന്നു. ആര്? ഈ മഹാപണ്ഡിതൻ അവിടെ ഇടപെട്ടുകൊണ്ട് പറയുന്നു, ഫഖാല ശൈഖുല, അരുത് അരുത്, തല്ലാൻ പാടില്ല. ഹാദാ മുഹ്തമലും മിൻഹു ലിജദ്ദിഹി. അയാൾ എന്നെ പിടിച്ചു, എന്റെ നേർക്ക് തട്ടിക്കേറി, അതല്ലേ പ്രശ്നം. ഹാദാ മുഹ്തമലും മിൻഹു, അയാളിൽ നിന്ന് ഇതൊക്കെ സഹിക്കപ്പെടാം. ലിജദ്ദിഹി, അദ്ദേഹത്തിന്റെ വല്ലിപ്പാനെ ഓർത്തിട്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളെ ഓർത്തിട്ട് അത് സഹിക്കാൻ മാത്രമേ ഉള്ളൂ, പൊറുക്കാൻ മാത്രമേ ഉള്ളൂ. ഹാദാ മുഹ്തമലും മിൻഹു ലിജദ്ദിഹി വളർബുഹു മഅദൂദുൻ ലിജദ്ദിഹി. നിങ്ങൾ ഇദ്ദേഹത്തെ തല്ലാന്ന് പറഞ്ഞാൽ വല്ലിപ്പാന്റെ അക്കൗണ്ടിലേക്കാണ് ആ തല്ലു ചെന്ന് വീഴുക. ഇയാളുടെ തല്ല് എണ്ണപ്പെടുക വല്ലിപ്പായുടെ അക്കൗണ്ടിലേക്കാണ്. വളർബുഹു മഅദൂദുൻ ലിജദ്ദിഹി. അതുകൊണ്ട് തല്ലരുത് എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി കൊടുത്തതിന്റെ ശേഷം, അവരങ്ങോട്ട് മാറ്റിയതിന്റെ ശേഷം ഇദ്ദേഹത്തിന് ഇയാളെ ഉപദേശിക്കണല്ലോ. എന്നിട്ട് പറഞ്ഞു, ഓ തങ്ങളെ, നിങ്ങളെ വളരെ ഗൗരവത്തോടെ ഓർക്കണം. നിങ്ങളുടെ തലയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മുത്തുനബിയുമായി ബന്ധമുള്ള ശറഫാക്കപ്പെട്ട ചോരയാണ്.
ആ ബോധം നിങ്ങൾക്ക് വേണം കേട്ടോ തങ്ങളെ. നിങ്ങൾ മുഴുവൻ വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കരുത്. വലാകിൻ അയ്യുഹശ്ശരീഫ്, ഓ തങ്ങളെ, ബയ്യൗതു ബാത്തിനി, എന്റെ പുറം കറുത്തിട്ടാണ് നിങ്ങൾ എന്നെ കരിങ്കാലി എന്ന് വിളിച്ചു. ഞാൻ കറുത്തിട്ട് തന്നെയാണ്, പക്ഷേ എന്റെ ഉള്ളു ഞാൻ വെളുപ്പിച്ചിട്ടുണ്ട്. വസവ്വത്ത ബാത്തിനക, നിങ്ങളെ പുറം കണ്ടാൽ തക്കാളിക്കായ പോലെ ചുവന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ ഉള്ളു കറുത്തിട്ടാണ്. വസവ്വത്ത ബാത്തിനക ഫയറന്നാസു ബയാദ ഖൽബി ഫൗക സവാദി വജ്ഹി, എന്റെ മുഖത്ത് കറുപ്പാണെങ്കിലും ആ കറുപ്പിനെ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിൽ എന്റെ ഹൃദയത്തിന്റെ വെളുപ്പ് ജനങ്ങൾ കാണുകയാണ്. ഫഹസുൻതു, അപ്പൊ ഞാൻ വളരെ ഭംഗിയുള്ള ആളായി ജനങ്ങളുടെ അടുത്ത്. വഅഖദതു സീറത അബീക്, ഞാൻ നിങ്ങളെ വാപ്പ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ചര്യ മുറുകെ പിടിച്ചു. വഅഖദത സീറത അബീ, നിങ്ങൾ എന്റെ പച്ചക്കാഫിറായ വാപ്പാന്റെ ചര്യയിലൂടെയും പോയി. എന്റെ വാപ്പാന്റെ ചര്യ നിങ്ങൾ ഏറ്റുപിടിച്ചു, നിങ്ങളെ വാപ്പാന്റെ ചര്യ ഞാനും ഏറ്റുപിടിച്ചു. ഫറആനിയൽ ഖൽഖു ഫീ സീറതി അബീക്, അപ്പൊ ജനങ്ങൾ എന്നെ കണ്ടത് നിങ്ങളെ വാപ്പാന്റെ ചര്യയിലാണ്. വറഔക, നിങ്ങളെ അവർ കണ്ടത് ഫീ സീറതി അബീ, എന്റെ വാപ്പയുടെ ചര്യയിലാണ്. ഫളന്നൂനി, അപ്പോൾ അവരെന്നെ പറ്റി വിചാരിച്ചു ഇബ്നബീക്, നിങ്ങളെ വാപ്പാന്റെ മോനാണെന്ന്. ഞാനാ തങ്ങളെന്നോല് കരുതിപ്പോയതാണ്. വളന്നൂക ഇബ്നബീ, നിങ്ങളെപ്പറ്റി എന്റെ വാപ്പാന്റെ മോനാണ് എന്നും അവർ കരുതിപ്പോയതാണ്. ഇതിന് ഉത്തരവാദി ഇവരല്ല, ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ ജീവിതം വിശുദ്ധമാക്കണം. എങ്കിൽ നിങ്ങളുടെ തറവാടിന് വലിയ മഹിമയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് എന്ന് ഈ തങ്ങളെ ഉത്ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഫഅമിലൂ മഅക മാ യുഅമലു മഅ അബീ വഅമിലൂ മഅീ മാ യുഅമലു മഅ അബീക്, അപ്പൊ അവർ എന്നോടൊപ്പം നിങ്ങളുടെ വാപ്പയോട് പെരുമാറും പോലെ പെരുമാറി. നിങ്ങളെ വാപ്പയോട് കാണിക്കേണ്ട മര്യാദയൊക്കെ എന്നോട് കാണിക്കാൻ തുടങ്ങി, എന്റെ വാപ്പാനോട് കാണിക്കേണ്ട മര്യാദ നിങ്ങളോടും കാണിക്കാൻ തുടങ്ങി. അതാ സംഭവിച്ചു. ഫഅമിലൂ മാ യുഅമലു മഅ അബീ ഫഅമിലൂ മഅക മാ യുഅമലു മഅ അബീ വഅമിലൂ മഅീ മാ യുഅമലു മഅ അബീക്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വന്തം അനുഭവത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് കാണാം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തഖ്വയാണ്. തഖ്വയാണ്, അതാണ് നമ്മുടെ മാനദണ്ഡം. തഖ്വ ഇരിക്കുന്നത് എവിടെയാണ്? അത് നെഞ്ചകത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇനി പറയുന്നത് ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, തീർച്ചയായിട്ടും നിങ്ങളിൽ ഏറ്റവും വലിയ മാന്യൻ അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളയാളാണ്. ഏറ്റവും കൂടുതൽ തഖ്വ അതാർക്കാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണ്ട. അങ്ങനെ നമ്മൾ വേറിരിക്കേണ്ട. ഇത്തങ്ങളെ പറ്റിയാണ്, അത്തങ്ങളെ പറ്റിയാണ്, അത്തങ്ങളാ നല്ലത്, ഇത്തങ്ങളാ നല്ലത് എന്ന് നിങ്ങൾ വേർതിരിക്കണ്ട. അല്ലെങ്കിൽ എന്നെക്കാൾ ഞാൻ അവനേക്കാൾ തഖ്വയിൽ ഉയർന്നവനാണ്, അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിങ്ങൾ ആരെയും കൊച്ചാക്കാൻ പോകണ്ട. അള്ളാഹുവിനെല്ലാം അറിയാം. നിങ്ങളുടെ ഉള്ളറിയുന്നവനാണ് അള്ളാഹു. നിങ്ങളുടെ നെഞ്ചകത്തുള്ള തഖ്വ നെഞ്ചകത്താണ്. അതാർക്കാണ് കൂടുതലെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നാം അതിന്റെ മാപ്പിനികളായി മാറാൻ പാടില്ല. നമ്മളത് അളക്കാൻ പോകണ്ട, നമ്മൾ അതിന്റെ അളവുകോലുകളാവണ്ട. അതാരാണെന്ന് അല്ലാഹു തീരുമാനിച്ചുകൊള്ളും. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, എല്ലാം അറിയുന്ന റബ്ബത് തീരുമാനിക്കട്ടെ. ആ തീരുമാനം ഒട്ടും പിഴക്കുകയുമില്ല. ആ തീരുമാനം പിഴക്കുന്ന വിഷയമില്ല. കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യത്തിന്റെ പേരിലും നിങ്ങൾ ഗർവ് കാണിക്കരുത്, അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ വിവേചനം കാണിക്കരുത്. സമ്പത്തിന്റെ പേരിൽ കാണിക്കാമോ? പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ വട്ടമിട്ടിരുന്ന് ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ന റജുലൻ മിനൽ ഫുഖറാഇ ദഖലൽ മസ്ജിദ, ഒരു പാവപ്പെട്ട സാധുവായ ഒരു മനുഷ്യൻ, അയാള് വന്നിട്ട് മുതലാളിമാരിയ്ക്കുന്ന ഭാഗത്തേക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വഅറാദ അൻ യജ്ലിസ ബിജംബിൻ വാഹിദിൻ മിനൽ അഗ്നിയാ, മുതലാളിമാരിയ്ക്കുന്ന ഭാഗത്തേക്ക് വന്നിരിക്കുമ്പോ ഒറ്റ പാവപ്പെട്ടവനാണ്, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് വന്നയാളാണ്, വളരെ താണ നിലവാരത്തിലുള്ള ആളാണ്. ഇവരുടെയൊക്കെ വീക്ഷണത്തിൽ അദ്ദേഹം വന്ന ഒരു മൂമിനായ മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് തൊട്ടടുത്ത് ഒരു മുതലാളിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഫലമ്മ ഖറുബ മിൻഹു, ആ മുതലാളിയുടെ അടുത്തേക്ക് ഇരിക്കാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഖബല സൗബഹു, ഖബലൽ ഗനിയു ഇലൈഹി സൗബഹു, മുതലാളി
തന്റെ വസ്ത്രം അങ്ങോട്ട് വലിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾ വന്നിരിക്കുമ്പോ തുണിയൊക്കെ ഒന്ന് ഇങ്ങനെ അടുപ്പിച്ചു. കാരണം ഇയാളെ മേലെ തട്ടണ്ടാന്ന് കരുതിയിട്ട് ഇത് റസൂലുള്ളാഹി തങ്ങൾ കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സെന്നാണ്. എന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ കണ്ട ഒരു സാധനം എന്നുള്ള നിലക്ക് ഇയാൾ പതുക്കെ ഒന്നും കൊണ്ട് ചുരുണ്ടു, തുണിയൊക്കെ ഒന്നും ഇങ്ങോട്ട് അടുപ്പിച്ചു വെച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അത് കണ്ടു. ഫറആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക്, നബി അത് കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ തന്നെ ചോദിക്കുകയാണ്, അല്ല സുഹൃത്തേ, നീ അദ്ദേഹം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ. ആ മുതലാളിയോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, അഖശീത അൻ യുഅദിയഹു ഗിനാക ഔ യുഅദിയക ഫഖറുഹു, നിങ്ങൾ എന്തേ പേടിച്ചത്? റസൂലുള്ളാഹി ചോദിച്ചു, അഖശീത, നീ പേടിച്ചോ? അൻ യുഅദിയഹു ഗിനാക, നിന്റെ സമൃദ്ധി അദ്ദേഹത്തിലേക്ക് പകരുമെന്ന് പേടിച്ചോ? എന്റെ മുതലാളിത്തര അയാൾക്കട് പോകുന്നിട്ട് പേടിച്ചോ? തൊട്ടിരിക്കുമ്പോഴേക്ക് അടുത്തിരിക്കുമ്പോഴേക്ക് നീ മുതലാളിയാണ്, അവൻ നിന്റെ സമൃദ്ധി അയാളിലേക്ക് പകരുന്നു കരുതിയോ? പകർച്ചവ്യാധി രോഗങ്ങൾ, അതിനെക്കുറിച്ച് അത് പറയാൻ, യുഅദിയഹു ഗിനാക, നിന്റെ സമ്പന്നത അത് അദ്ദേഹത്തിലേക്ക് പകരുന്നു കരുതിയോ? ഔ യുഅദിയക ഫഖറുഹു, അല്ലെങ്കിൽ അയാളുടെ ദാരിദ്ര്യം നിന്നിലേക്ക് പകരുന്നു കരുതിയോ? എന്ത് കരുതിയാ നീ വസ്ത്രം ചുരുട്ടി പിടിച്ചത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി. ആകെ ഗൗരവ സ്വരത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മേലാലിൽ ഇത് ചെയ്തു പോകാൻ പാടില്ല, മേലാലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു, സദസ്സുകളിൽ വന്ന് നിങ്ങളോട് ആരെങ്കിലും സദസ്സ് വിശാലമാക്കണം എന്നാവശ്യപ്പെട്ടാൽ ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം, നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവണം. കാരണം നിങ്ങളെ അല്ലാഹു പടച്ചത് മണ്ണിൽ നിന്നാണ്. കണ്ടോ, വആദമു മിൻ തുറാബ്, മണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ മണ്ണിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ മണ്ണിന്റെ പ്രത്യേകത? മണ്ണിന്റെ പ്രത്യേകതയാണ് ഈ ഒരുമ. അല്ലാഹു തആല മനുഷ്യലോകത്തെ സൃഷ്ടിക്കാൻ ഏതൊക്കെ സാധനങ്ങളാണോ എടുത്തത്, ആ സാധനങ്ങൾക്കൊക്കെ എവിടുന്നൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹ് പറഞ്ഞോ, അവിടെയൊക്കെ ഒരുമയുണ്ട്, ഐക്യമുണ്ട്, കൂട്ടിപ്പിടുത്തമുണ്ട്. 3 കാര്യങ്ങളാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ തുറാബ് മിൻ ത്വീനിൻ ലാസിബിൻ, ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കളിമണ്ണിന്റെ സ്വഭാവം പരസ്പരം ഒരുമയോടെ ഒട്ടിപ്പിടിക്കലാണ്. ഓ മനുഷ്യ, മണ്ണിന്റെ മകനായ മനുഷ്യ, മണ്ണിന്റെ സ്വഭാവം കാണിക്കണം, കല്ലിന്റെ സ്വഭാവം കാണിക്കരുത്. 2 കല്ലുകൾ നീ എത്ര കാലം ഒരുമിച്ച് വെച്ചാലും പിന്നെയും വന്ന് അത് 2ആക്കിയാൽ 2 തന്നെയാണ്. പക്ഷേ നല്ല കളിമണ്ണ് അതൊരു പെട്ടിയിലാക്കി ചവിട്ടിക്കൂട്ടി ആ പെട്ടിയിങ്ങ് പൊക്കിയാൽ സുദൃഢമായി നിൽക്കും. ആ കട്ട അതങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കല്ലിനേക്കാൾ ശക്തമാണ്. നമ്മുടെ വീടുകളിൽ പഴയ കാലത്ത് കട്ടയായിരുന്നു ചുമരുകൾ, അല്ലേ? മണ്ണുകളുടെ കൂട്ടിപ്പിടുത്തമാണത്. മണ്ണ് ഉരുള കുത്തിവെച്ച വലിയ വലിയ ചുമരുകൾ നിങ്ങൾക്കറിയാം. നല്ല വലുപ്പം, നല്ല തടിയുള്ള ചുമരുകളെ കുറിച്ച്, പഴയ കാലത്തെ വീടുകളെ കുറിച്ച് ഓർക്കുക. എന്തേ? മണ്ണിന്റെ സ്വഭാവമാണ്. കല്ല്, ആ കല്ല് യോജിക്കണമെങ്കിൽ വേറെ ഒരു തേപ്പ് അതിന്റെ മുകളിൽ ഇട്ടുകൊടുക്കണം. സ്വയം അത് ഒട്ടിപ്പിടിക്കുകയില്ല. സിമന്റ് കൊടുക്കണം, അല്ലെങ്കിൽ മണ്ണ് സഹായത്തിന് കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാൻ. എന്നാ നിങ്ങളെ സൃഷ്ടിച്ചത് കല്ലിൽ നിന്നല്ല, മണ്ണിൽ നിന്നാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. ഒരുമയോടെ ജീവിക്കണം, ഐക്യത്തോടെ ജീവിക്കണം. കളിമണ്ണിന്റെ സ്വഭാവം തന്നെ. വയലിലൊക്കെ കണ്ടിട്ടില്ലേ വയൽ വരമ്പുകൾ? ആ വയൽ വരമ്പുകളിൽ ഇന്ന് കൊത്തിയിട്ട ആ മണ്ണ് ഇന്ന് അതിലൂടെ നടക്കരുത്. നാളെ നടക്കുകയാണെങ്കിൽ അതിലൂടെ വണ്ടി ഓടിച്ചാൽ പോലും, ഒരു സൈക്കിൾ അങ്ങ് ഓടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല. കൂട്ടി പിടിച്ചവിടെ നിൽക്കും. ഇതാണ് മുഅ്മിനിന്റെ സ്വഭാവം, ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഒരേ മനസ്സോടെ ഒട്ടിപ്പിടിച്ചു നിൽക്കണം. മണ്ണിൽ ഒട്ടിപ്പിടിക്കൽ സ്വഭാവമുണ്ട്. ഇനി റബ്ബ് തആല പറഞ്ഞത് മാഇൻ ദാഫിഖ്, തള്ളി തള്ളി പുറപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. അത് ബീജത്തുള്ളിയെ കുറിച്ചാണ്. ബീജത്തുള്ളി പുറപ്പെടുമ്പോഴുള്ള സ്വഭാവമാണ് ആ പറഞ്ഞത്. തള്ളി തള്ളി വരുന്ന വെള്ളത്തുള്ളികൾ ഏതാവട്ടെ, അതിനും ഇതേ സ്വഭാവമുണ്ട്. ബീജത്തുള്ളി പരസ്പരം ഒട്ടുന്ന സ്വഭാവമുള്ളതാണ്, പശിമയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉൽപ്പത്തികൾക്കൊക്കെ ഈ സ്വഭാവമുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. പിന്നെ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഈ ആയത്തിലാ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഒരാണിൽ നിന്നുമാണ് പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെയും വേണം ഒരു ഒട്ടിപ്പിടുത്തം. വാപ്പയും ഉമ്മയും രണ്ട് ധ്രുവങ്ങളിൽ അകന്നു നിന്നാൽ കുട്ടി ജനിക്കില്ല. ഉമ്മയും ഉപ്പയും ഉള്ള പൊരുത്തത്തിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. അവിടെയുമുണ്ട് ഇത് വരുന്നത്. ഇതാണ് ലോകത്തേക്ക് ആദ്യമായി അവതരിപ്പിച്ച പ്രഥമ പഞ്ചമൊഴിമുത്തുകൾ. 5 വചനങ്ങളാണ്, മൊഴിമുത്തുകളാണ് ലോകത്തേക്ക്. ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് ആ ശബ്ദം കൊണ്ടാണ്. യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ അലഖിൻ, ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കളിൽ നിന്നാണ്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ഒട്ടിപ്പിടിക്കുന്ന വസ്തുക്കളിൽ നിന്ന്. എങ്ങനെ പറഞ്ഞു? പല മറുപടികളും മഹാന്മാർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മറുപടിയാണ് മിൻ അലഖ് എന്ന് ബഹുവചനമായി പറയാൻ കാരണം, അലഖത്ത് എന്ന് പറയാതിരിക്കാൻ കാരണം, അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതൊക്കെയും ഒട്ടിപ്പിടിക്കൽ സ്വഭാവമുള്ള സംഗതികളാണ്. അതേ ഒട്ടിപ്പിടുത്തവും ഐക്യവും ഒരുമയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പരസ്പരം വിഘടിക്കരുത്, അകലരുത്, കിബിറന്മാരും അഹങ്കാരികളുമായി മാറരുത്, വർണ്ണവിവേചനക്കാരായി മാറരുത്, ഭാഷ വിവേചനക്കാരായി മാറരുത്. ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്ന ബോധത്തോടെ ജീവിക്കണം. അതാണ് പറഞ്ഞത് ആദമു മിൻ തുറാബ്. ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം അവർ ജനിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. മണ്ണിന്റെ സ്വഭാവം നിങ്ങൾ കീപ്പ് ചെയ്യണം. പരസ്പരം ഭിന്നിക്കാൻ പാടില്ല. ഇത് ലോകത്തെ പഠിപ്പിച്ചു. ഇനി ആയത്തുകൾ നമുക്ക് ഇന്ന് തീരണമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ആയത്തുകൾ വായിച്ച് അർത്ഥം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചെറിയൊരു വ്യാഖ്യാനവും നൽകിക്കൊണ്ട് അവസാനിക്കും. ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും വഇൻ തുതീഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അഅമാലികും ശൈആ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഈമാനും യഖീനും നല്ലപോലെ ഹൃദയത്തിൽ അങ്ങോട്ട് വേരോട്ടം ലഭിച്ചാൽ, ഈമാനിനും യഖീനിനും നല്ലപോലെ ഹൃദയത്തിൽ വേരോട്ടം ലഭിച്ചാൽ അവർ മറ്റുള്ളവരെ കൊച്ചാക്കുകയില്ല, ഗീബത്ത് പറയുകയില്ല, പരിഹസിക്കുകയില്ല, ചീത്തപ്പേരുകൾ വിളിക്കുകയില്ല, അവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുകയുമില്ല, അവർക്കിടയിൽ പരസ്പരം വിവേചനം കാണിക്കുകയുമില്ല. അതൊക്കെയാണല്ലോ പാടില്ല എന്ന് ഇതുവരെ പറഞ്ഞത്. ഇത്തരം ദുശ്ശീലങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്തരം ദുശ്ശീലങ്ങൾ ഇനിയും നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയാണ് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അത് പഠിപ്പിക്കുകയാണ് അല്ലാഹു. ഇനി ഈ പറഞ്ഞ ദുശീലങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കൊരിക്കലും ഉള്ളിന്റെ ഉള്ളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മദീനത്തിന്റെ പുറത്തുനിന്ന് ബനൂ അസദ് ഗോത്രത്തിൽപ്പെട്ട ഏതാനും ആളുകൾ കടന്നു വരുന്നു. അവർ വിശ്വാസികളായി കടന്നു വരികയാണ്. അറാബികളാണ്, ഗ്രാമവാസികളാണ്. സംസ്കാരം എന്താണെന്നറിയില്ല, ബഹുമാനം എന്താണെന്നറിയില്ല. ആ ഗ്രാമവാസികൾ കടന്നു വന്നിട്ട് ഹബീബിനോട് പറയുന്ന, നല്ല ക്ഷാമമുള്ള സീസണാണ്. ആ സീസണിൽ കടന്നു വന്നിട്ട് അവർ പറയുന്നു, ഷഹാദത്ത് കലിമ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാവരും പറഞ്ഞു. എന്നിട്ട് അവർ റസൂലുള്ളാഹിനോട് പറയുന്നു, അതൈനാക ബിൽ അഫ്ഖാലി വൽ ലിയാൽ. കുടുംബങ്ങളും പായാരങ്ങളുമായി, ഭാരങ്ങളുമായിട്ടാണ്, വലിയ ബാധ്യതകളുമായിട്ടാണ് മുഹമ്മദേ ഞങ്ങൾ നിന്നിലേക്ക് വന്നിരിക്കുന്നത്. വലം നുഖാതിൽക, ഞങ്ങൾ നിന്നോട് സമരത്തിനു നിന്നിട്ടില്ല. സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്നവരാണ്. ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംഗതിയുണ്ട്. അതെന്താ? റസൂലുള്ളാഹിന്റെ കൂടെ നിന്നാൽ ജീവിതം സുഖകരമായിട്ടങ്ങ് കഴിയുമെന്ന് കരുതിയിട്ടാ ഇവർ പറഞ്ഞത്. ഈമാൻ വേണ്ടതുപോലെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇവർ വന്നിട്ട് റസൂലുള്ളാഹിനോട്, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളെ കൂടുതൽ പരിഗണിക്കണം, കൂടുതൽ പരിഗണന അർഹിക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നു, അങ്ങനെ നിങ്ങൾ പറയണ്ട. അതാണ് ഈ ആയത്ത്.
ഖാലത്തിൽ അഅ്റാബു, ഏതാനും അഅ്റാബികൾ വന്നിട്ട് പറഞ്ഞു ഹബീബിന്റെ അടുത്ത്. ഏതാനും അഅ്റാബികൾ വന്നിട്ട് ഹബീബിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ശരിക്കും ഈമാൻ അങ്ങോട്ട് തറവായിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സിൽ. ഖുൽ, അപ്പൊ അവർക്ക് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പറഞ്ഞു, നബിയെ നിങ്ങൾ അവരോട് പറയണം, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങളുടെ നെഞ്ചകത്തുള്ള കാര്യങ്ങൾ ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖുലു അസ്ലംന, നിങ്ങൾ വേണമെങ്കിൽ അസ്ലംന എന്ന് പറഞ്ഞോ, ആമന്ന എന്ന് പറയല്ലേ. ആമന്ന എന്ന് പറയണമെങ്കിൽ അതിന് വല്ലാത്ത സ്ഥാനമുണ്ട് ആ വാക്കിന്. ആമന്ന, ഈമാൻ എന്ന് പറഞ്ഞാല് അത് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ആകെ പ്രതിഫലിക്കേണ്ട സംഗതിയാണ്. വെറുതെ ഇങ്ങനെ ബഡായി പറഞ്ഞുകൊണ്ട് ആമന്ന ആവൂല. അസ്ലംന എന്ന് പറഞ്ഞോ, ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ നിന്റെ മുമ്പിൽ വന്ന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞോ, മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞോ. പക്ഷേ മൂമിനീങ്ങളാണെന്ന് പറയാൻ സമയമായിട്ടില്ല എന്നവരോട് പറയണം. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, കാരണം ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല. അല്ലാഹ് പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹിനോട്. അതുകൊണ്ട് നിങ്ങൾ അവരോട് പറയണം, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ആമന്ന എന്ന് പറയല്ല. വലാകിൻ ഖൂലു അസ്ലംന, അസ്ലംന എന്ന് പറഞ്ഞോ, ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല. വഇൻ തുതീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇനി മുതൽ അല്ലാഹുവിന്റെ ഹബീബിനെയും അല്ലാഹുവിനെയും കേൾക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ വന്നുപോയ പാപങ്ങൾ അവൻ പൊറുക്കാനും നിങ്ങളുടെ നന്മകൾ സ്വീകരിക്കാനും അവൻ തയ്യാറാണ്. പക്ഷേ ഉണ്ട് എന്ന് പറയുമ്പോ നിങ്ങളുടെ നാക്കും ശരീരവും മുഴുവൻ നിങ്ങൾ നിയന്ത്രിക്കണം. അല്ലാതെ ആമന്ന എന്നും പറഞ്ഞു വരരുത്. ഈ കുളൂസ് വിളക്കി വന്നിട്ട് കാര്യമില്ല. സംഗതി ജീവിതത്തിൽ അങ്ങോട്ട് കാണണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു വമൻ യത്തബിഇല്ലാഹ ഔറതഹു യഫ്ളഹു ഫീ ജൗഫി ബൈതിഹി. റവാഹു അബൂ ദാവൂദ്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാക്കുകൊണ്ട് വിശ്വസിച്ച ടീമേ. കണ്ടോ, നാക്കുകൊണ്ട്, ഉള്ളിലേക്ക് ഈമാൻ തട്ടിയിട്ടില്ല. വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, അവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ഉപരിപ്ലവ വിശ്വാസികളെ, നാമമാത്ര മുസ്ലിമീങ്ങളെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയരുത് കേട്ടോ. വലാ തത്തബിഉ ഔറാതിഹിം, മുസ്ലിമീങ്ങളുടെ കുറ്റം കുറവും നോക്കി അവരുടെ പിന്നാലെ നടക്കരുത്. ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം, ആരാണോ മുസ്ലിമീങ്ങളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നത്, യത്തബിഉല്ലാഹു ഔറതഹു, അല്ലാഹ് അവന്റെ കുറ്റവും കുറവും നോക്കി നടക്കും. അവനെ നാണം കെടുക്കാൻ അല്ലാഹയും നടക്കും. അല്ലാഹ് അവനെ നാണം കെടുക്കണമെന്ന് കരുതിയാൽ യഫ്ളഹു ഫീ ജൗഫി ബൈതിഹി, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ അങ്ങാടിയിരിട്ട് മാനം കെടുത്തിയാൽ നിങ്ങളെ റബ്ബ് നിങ്ങളെ വീട്ടിന്റെ അകത്തിട്ട് മാനം കെടുക്കും. ഭാര്യന്റെ മുമ്പിൽ മാനം കെടുക്കും. നല്ലോണം കരുതിക്കോ. വീട്ടിന്റെ അകത്തിട്ട് മാനം കെടുക്കും. നിങ്ങൾ ഉദ്ദേശിച്ചത് ജനങ്ങൾക്കിടയിൽ ആ മഹാമനുഷ്യനെ താറടിക്കണമെന്നാണ്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ നാറിപ്പോകും, കരുതണം. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ളഹു ഫീ ജൗഫി ബൈതിഹി. അവന്റെ വീട്ടിലിട്ട് മാനം കെടുക്കാൻ അല്ലാഹു കഴിയും. എവിടേക്കും ഇറങ്ങണ്ട, പുറത്തേക്കൊന്നും പോകണ്ട. അല്ലാഹ് കരുതിയാൽ തന്റെ വിശ്വാസിയെ മാനം കെടുത്തിയതിന് പകരം നിങ്ങളെ മാനം കെടുക്കണമെന്ന് റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ മാനം കെടുക്കാൻ റബ്ബിന് ഒരു വിഷമവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അല്ലാഹുവും റസൂലും പറഞ്ഞത് കേട്ട് നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കും. അതിലൊരു കുറവും വരുത്തില്ല. എല്ലാറ്റിനും പ്രതിഫലം തരും. വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിതുക്കും മിൻ അഅമാലിക്കും ഷൈആ, നിങ്ങളുടെ നന്മകളിൽ നിന്നൊന്നിനെയും അല്ലാഹു കുറച്ചു കളയുകയില്ല. തക്ക പ്രതിഫലം നിങ്ങൾക്ക് നൽകും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങളിൽ നിന്ന് വന്നുപോയത് പൊറുക്കാൻ കഴിയുന്ന
പൊറുക്കാൻ കഴിയുന്ന ദാക്ഷിണ്യമുള്ളവനാണ് തമ്പുരാൻ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്നറിയോ? ഇന്നമൽ മൂമിനൂന, കാരണം മൂമിനീങ്ങളാണ് എന്ന് പറയരുത് എന്ന് പറയാൻ കാരണം, മൂമിനീങ്ങൾ ആരാ നിങ്ങൾക്കറിയോ? ഇന്നമൽ മൂമിനൂന, തീർച്ചയായിട്ടും സത്യസന്ധരായ വിശ്വാസികളുടെ കഥ അതെന്തായിരിക്കുമെന്നറിയോ? അല്ലാഹുവിലും റസൂലിലുമുള്ള സുദൃഢമായ വിശ്വാസം, ആരിളക്കിയാലും ഇളകാത്ത വിശ്വാസം. ശ്രദ്ധിച്ചോ? അപ്പൊ ആമന്ന ആമന്ന, ഞാനും സുന്നിയാണ്, ഞാനും മാപ്പിളയാണ് എന്ന് പറഞ്ഞു നടന്നാൽ പോരാ, അത് നിന്റെ ജീവിതത്തിൽ കാണണം. ഒരു പൊര കിട്ടുമ്പോഴേക്ക് മാറുന്ന ഈമാനല്ല അത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഖൽബഹു എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് പെടുക. ശരിക്ക് ചിന്തിക്കണം. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, അവിടെയാണ് 5000 രൂപ കല്യാണത്തിന് ആരെങ്കിലും സഹായിച്ചാൽ അവൻ ഏതു കുണ്ടാമണ്ടിക്കാരന്റെ കൂടെയും പോകാൻ തയ്യാറാണ്, ഏതു വലിയ വിദഗ്ധകാരന്റെ കൂടെയും അവൻ പോകും. ആർക്കും വേണമെങ്കിൽ അവൻ ഓശാന പാടും, ആർക്കും വേണമെങ്കിൽ മുദ്രാവാക്യം വിളിക്കും, ആർക്കും വേണമെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. തന്റെ കടയിലായിരിക്കാം വിദഗ്ധകാരന് പ്രസംഗിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നത്, തന്റെ കടയുടെ മുറ്റത്തായിരിക്കാം. അപ്പോൾ ഒരു പൊരയോ അല്ലെങ്കിൽ ഒരു 5000 രൂപയോ എന്തെങ്കിലും ഒരു ചെറിയ സഹായമോ റിലീഫ് സഹകരണങ്ങൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമ്പോഴേക്ക് നിങ്ങളുടെ ഈമാൻ തെറിക്കാൻ പാടില്ല. ആരാണ് വിശ്വാസികൾ എന്നറിയോ? അത് അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും ഇളകാത്ത വിശ്വാസമുള്ളവരാണ്. അവർക്ക് ആമന്ന എന്ന് പറയാൻ യോഗ്യതയുള്ളൂ. 10 റുപ്യ കാണുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അത് ഈമാനല്ല, ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയോ മുസൽമാന്റെ മക്കൾ, എത്രയോ മുസൽമാന്മാർ ക്രിസ്ത്യാനികൾ ഓഫർ ചെയ്യുന്ന വീട് സൗകര്യത്തിന്റെ പിന്നാലെ മതം ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പിന്നാലെ, മരുന്നിന്റെ പിന്നാലെ. പക്ഷേ മുസ്ലിം ഉമ്മത്തിനോട് ഒരു കാര്യം പറയുന്നു, നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ മാത്രം പാടില്ല. അവർ ചെയ്യുന്നത് മഹാതെറ്റാണ്. പക്ഷേ ഉമ്മത്തിലെ മക്കളാണെന്ന നിലക്ക് അവർക്ക് വേണ്ടത് നാം എത്തിച്ചു കൊടുക്കാൻ നാം മറന്നുപോയാൽ അത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ സുന്നത്തി ജമാഅത്തിന്റെ കക്ഷികള്, പ്രസ്ഥാനങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല സീസണിലും റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അതിനോടൊക്കെ നിങ്ങൾ സഹകരിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആമനൂ ബില്ലാഹി വറസൂലിഹി എന്ന് മാത്രം പോരാ, സുമ്മലം യർതാബൂ, പിന്നെ അവർക്കതിൽ ഒരു സംശയവുമില്ല. പിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തും ശരീരവും സമർപ്പിച്ചവരാണ്. ആ സമ്പത്തും ശരീരവും കൊടുത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാണ്. അവരാ മൂമിനീങ്ങൾ. നിങ്ങൾ കടന്നു വരുന്ന ഞങ്ങളും മൂമിനീങ്ങളാണെന്ന് പറയുമ്പോഴേക്ക് നിങ്ങളെ ഏറ്റെടുക്കാൻ പ്രയാസമുണ്ട്. നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞോ, തൽക്കാലം ഇപ്പോൾ നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഉലൈക ഹുമുസ് സാദിഖൂൻ, ആടാത്ത വിശ്വാസമുള്ളവൻ, ഉറച്ച വിശ്വാസമുള്ളവൻ, മുതലും സ്വന്തം ശരീരവും ദീനിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുള്ളവൻ, അവൻ ആരാണോ ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് നിഷ്കളങ്കരായ വിശ്വാസികൾ, കളങ്കമില്ലാത്ത വിശ്വാസികൾ, കറപുരളാത്ത വിശ്വാസികൾ അവരാണ്. പറയുന്നതിൽ ആത്മാർത്ഥത പുലർത്തുന്നത് അവരാണ്. നോക്ക് നിങ്ങൾ, മുതലുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ മുതല് ചെലവഴിച്ചുകൊണ്ട് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാം സമർപ്പിച്ച മഹാന്മാർ, അവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം അൻസാരികളെ കുറിച്ച് പറയലായിരിക്കും. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ അൻസാരികൾക്ക് തുല്യതയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെയും കൂടെ സലാമത്താക്കട്ടെ. അവരെ പറഞ്ഞ കൂലി കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്തേ? അൻസാരികളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഹാജിറുകൾ മദീനത്തേക്ക് വന്നു, അൻസാറുകൾ സ്വീകരിച്ചൊക്കെ കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ വീടും പറമ്പും ഒന്നും ഇല്ലാത്തവരാണ്.
സ്വത്തും വകയൊന്നും ഇല്ലാത്തവരാണ്. ദീനിന് വേണ്ടി സ്വത്തും വകയും ഒക്കെ ഉപേക്ഷിച്ചു പോന്നാൽ നിങ്ങൾക്കതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ വീടും നിങ്ങളുടെ ഭാര്യമാരെയും ഒക്കെ നൽകണം എന്ന് പറഞ്ഞപ്പോൾ അത് നൽകിയവർ ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അബൂ അസീസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അവരുടെ രണ്ടുപേരുടെയും വാപ്പ ഉമൈറാണ്, ഉമൈറിന്റെ മക്കളാണ്. ആ ഉമൈർ വലിയ ധനികനായിരുന്നു. രണ്ടാൾക്കും അനന്തര സ്വത്ത് ധാരാളമുണ്ട്, ധാരാളം അനന്തര സ്വത്തുണ്ട് രണ്ടാൾക്കും. അങ്ങനെ അനന്തര സ്വത്ത് വീതിക്കണം, അത് കിട്ടണം. പക്ഷേ അതിന് റസൂലുള്ളാന്റെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് നഷ്ടപ്പെടും. അപ്പോൾ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് വാപ്പ അടിച്ചു പൊളിച്ച് നടക്കുന്ന ടീമായിരുന്നു. അപ്പൊ ഇവരും നല്ല സമ്പന്ന ജീവിതമാണ്, രാജകീയ ജീവിതമാണ് ശീലിച്ചത്. പക്ഷേ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉശ്രിബ ഫീ ഖൽബിഹിൽ ഈമാൻ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ മധുരം അല്ലാഹു കുടിപ്പിക്കപ്പെട്ടു. ഹൃദയത്തിൽ ഈമാൻ കുടിപ്പിക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ ഈമാനിന്റെ മാധുര്യം ഊട്ടിയുറപ്പിച്ചു. അങ്ങനെ മഹാനവറുകൾ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഹിജ്റ പോരുമ്പോൾ ബഹുമാനപ്പെട്ടവർ തന്റെ സ്വത്തും കൊണ്ട് പോരാൻ ശ്രമിക്കുമ്പോൾ അവർ തടഞ്ഞു വെച്ചു. അവർ തടഞ്ഞു വെച്ച സമയത്ത് ആ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു കുടുംബത്തോട് പറയുകയാ, കൂട്ടുകാരോട് പറയാൻ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എന്റെ ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾ എടുത്തോ, നിങ്ങൾ എന്നെ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണം, അതിൽ നിങ്ങൾ തടസ്സം പറയരുതെന്ന് പറഞ്ഞപ്പോൾ ധാരാളം സ്വത്ത് കിട്ടുകയല്ലേ ആവാമെന്ന് കരുതി അവരതൊക്കെ അങ്ങ് വാങ്ങി. അതാ ഉടുത്ത ഒരൊറ്റ തുണിയിൽ രണ്ടാമത്തെ ഒരു തുണി കൊടുക്കാതെ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തേക്ക് അയക്കുന്നു. എത്ര നാള് നടക്കണം? മക്കത്തു നിന്ന് മദീനത്തേക്കുള്ള ദൂരം നിങ്ങൾക്കറിയില്ലേ? നടന്നു നടന്നു നടന്ന് മദീനയിലേക്ക് എത്തിയപ്പോഴേക്ക് മഹാനവറുകളുടെ അതാ ആ മുണ്ടും മാറ്റി ഉടുത്ത് അത് തല്ലി അലക്കി അതും കീറിപ്പോയ ഒരവസ്ഥയിൽ ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുമ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പോഴാണ് മദീനത്തെ പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ടവർ കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ടവർ കടന്നു വന്നിട്ട് മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ ഇങ്ങനെ നിൽക്കുന്നു. വഅലൈഹി ജിൽദു മാഇസിൻ ലിയസ്തുറ ബിഹി ഔറതഹു. ബഹുമാനപ്പെട്ടവർ പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ റസൂലുള്ള കാണുന്നത് അതാ വലിയൊരു ആട്ടിന്റെ തോല്. ആ ആട്ടിന്റെ തോല് അത് നടുക്ക് തുളച്ചിട്ട് അത് തലയിലൂടെ ഇങ്ങിട്ട് അതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ് ശരീരം. ഔറത്ത് മറക്കാൻ വേണ്ടി ഒരു സാധനവും ഇല്ലാഞ്ഞിട്ട് അടിച്ച് പൊളിച്ച് നടന്നിരുന്ന ഒരു സമ്പന്നനാണ്. ഈ രംഗം റസൂലുള്ളാഹി അങ്ങ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ഈ പാവപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ പറഞ്ഞു, ഉൻദുറൂ ഇലാ ഹാദർ റജുൽ, ഇമ്മനുഷ്യനെ ഒന്ന് നോക്ക്, കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ അയാളിൽ ഉണ്ടാക്കിയ പരിവർത്തനം ഒന്ന് നോക്ക്. മൂമിനായതിന്റെ പേരിൽ ആ മനുഷ്യൻ മാറിയതൊന്ന് നോക്ക്. കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാൻ അയാളിൽ വരുത്തിയ മാറ്റം എങ്ങനെയുണ്ടെന്ന് നീ നോക്ക്. വല്ലാഹി ലഖദ് റഅയ്തുഹു വമാ ഫീ മക്കത ഫതന്ന അസ്സു മിൻ, ഞാൻ അദ്ദേഹത്തെ മക്കത്ത് നിന്ന് കാണുമ്പോ മക്കയിൽ അദ്ദേഹത്തെ പോലെ അടിച്ചു പൊളിച്ച് സുഖസമ്പന്നമായ ജീവിതം നയിക്കുന്ന ഒരൊറ്റ കുട്ടിയും മക്കത്തില്ല. വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഈമാനാണ് ആ സഹോദരനെ ഈ ഒരു സാധു അവസ്ഥയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരു സ്വർഗാവകാശിയെ കാണണമെങ്കിൽ ഇതാ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് പറയുന്നു, ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹു പുതച്ചിരിക്കുന്ന ആ ആട്ടിന്റെ തോല് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് സ്ഫുടമായി ഇങ്ങനെ സംസാരിക്കുന്നു. മിസ്അബ് തിരിച്ച് ആട്ടും തോലിനോടും സംസാരിക്കുന്നു. വലിയ ഒരു കറാമത്താണ്, ഈമാനുണ്ടാക്കിയ മാറ്റമാണ്. ഇതാണ് അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ, വിശ്വാസത്തിൽ സംശയമില്ലാത്ത വിഭാഗം. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിക്കാൻ തയ്യാറായവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും കൊടുക്കാൻ തയ്യാറായവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇത്തരത്തിലുള്ള അൻസാരികളുടെ അവസ്ഥ, മുഹാജിറുകളുടെ അവസ്ഥ ഇതായിരുന്നു. ഇത്തരത്തിലുള്ള മുഹാജിറുകളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ അൻസാറുകളോട് പറയുകയാണ്, ഇൻ ശിഅ്തും ഖസംതും ലിൽ മുഹാജിരീന മിൻ ദുവരിക്കും വ അംവാലിക്കും വ ഖസംതു ലക്കും മിനൽ ഗനീമ കമാ ഖസംതു ലഹും
വഇൻ ശിഅ്തും കാന ലഹുമുൽ ഗനീമ വലക്കും ദിയാറുക്കും വഅംവാലുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധമൊക്കെ കഴിഞ്ഞ് ഗനീമത്ത് സ്വത്ത് വീതിക്കാൻ നേരത്ത് റസൂലുള്ള വിളിച്ചു പറയാൻ, ഓ അൻസാറുകളെ, നിങ്ങളും മുഹാജിറുകളും എല്ലാവരും പോരാടിയിട്ടാണ് ഈ സ്വത്ത് ലഭിച്ചത്. എന്നാൽ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അതെന്താ? നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഇൻശിഅ്തും നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ഖസംതും ലിൽ മുഹാജിരീൻ മിൻ ദുവരിക്കും വഅംവാലിക്കും, നിങ്ങളെ സ്വത്തും വീടും ഒക്കെ നിങ്ങൾ മുഹാജിറുകൾക്ക് വീതിച്ചു കൊടുക്കണം. 2 വീടുള്ള ആൾ ഒരു വീട് മുഹാജിറായ സഹോദരന് കൊടുക്കണം. 2 ഏക്കർ സ്ഥലമുള്ളവൻ 1 ഏക്കർ ഇദ്ദേഹത്തിന് നൽകണം. ഇങ്ങനെ പറഞ്ഞു റസൂലുള്ള. ഒന്നിരിക്കൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് വഖസംതു ലക്കും മിനൽ ഗനീമത്തി കമാ ഖസംതു ലഹും, അവർക്ക് ഗനീമത്ത് സ്വത്ത് കൊടുക്കും പോലെ ഞാൻ നിങ്ങൾക്കും തരാം. എന്നിട്ട് 2 കൂട്ടരുടെയും ഇടയിൽ ഗനീമത്ത് സ്വത്ത് വീതിക്കാം. അല്ലെങ്കിൽ വഇൻ ശിഅ്തും കാന ലഹുമുൽ ഗനീമ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ അവർക്ക് ഗനീമത്ത് സ്വത്താവട്ടെ. ഗനീമത്ത് സ്വത്ത് ഞാൻ മുഴുവനും മുഹാജിറുകൾക്ക് കൊടുക്കും. വലക്കും ദിയാറുക്കും വഅംവാലുക്കും, നിങ്ങൾ നിങ്ങളെ വീടും മുതലുമായിട്ട് നിങ്ങളും കഴിഞ്ഞോ. എന്നാലും അതൊരു നീതിയാണല്ലോ, അതൊരു ന്യായമാണല്ലോ. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ അവര് പറഞ്ഞ മറുപടി കേട്ടോ, വിചാരിച്ച മറുപടിയല്ല. എന്തേ റസൂലുള്ള പറഞ്ഞത്? ഒന്നിരിക്കൽ നിങ്ങളെ വീടും പറമ്പും ഇവർക്ക് കൊടുക്കുക, ഉള്ളതിലൊരോര് ഇവർക്ക് കൊടുക്കുക. എന്നിട്ട് ഗനീമത്ത് 2 കൂട്ടരും, വീടും പറമ്പും 2 കൂട്ടരും, ഗനീമത്തും 2 കൂട്ടരും. ഇങ്ങനെ റസൂലുള്ള പറഞ്ഞു. അല്ലെങ്കിൽ ഗനീമത്ത് മാത്രം ഇവർക്ക്, വീടും പറമ്പും നിങ്ങളുടേത് നിങ്ങൾക്കും പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഇവരുടെ മറുപടി ഖാലൂല, അത് പറ്റില്ല നബിയേ. അൻസാറുകൾ പറയുക, പറ്റില്ല നബി, അപ്പറഞ്ഞതുപോലെയല്ല ഞങ്ങൾ അംഗീകരിക്കുന്നത്. ബൽ നഖ്സിമു മിൻ ദിയാരിനാ വഅംവാലിനാ, ഇതിന് 2നും ഞങ്ങളില്ല. ഞങ്ങളെ വീടും പറമ്പും ഒക്കെ ഇവർക്ക് കൊടുത്തോളാം. എന്നിട്ടോ വലാ നുശാരികുഹും ഫിൽ ഗനീമ, ഗനീമത്ത് സ്വത്തിൽ ഞങ്ങൾ അവരോട് കൂറാകുന്നില്ല. ഗനീമത്ത് സ്വത്ത് നിങ്ങൾ അവർക്ക് മാത്രം കൊടുക്കുക, ഞങ്ങളെ വീടും പറമ്പും അതും ഞങ്ങൾ അവർക്ക് കൊടുത്തോളാം. കണ്ട നിങ്ങൾ, മുതൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട. റസൂലുള്ള വിചാരിച്ചതിൽ ഒരു പടി മുമ്പിലാണ് ഇവർ സമർപ്പണത്തിന്റെ വിഷയത്തിൽ. ഗനീമത്ത് സ്വത്ത് മുഴുവനും അവർക്ക് കൊടുത്തോളാം നബിയേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവരുടെ വയറ്റിൽ എരിപൊരിയാണെങ്കിലും സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആയത്തിറക്കുന്നത് അപ്പോഴാണ്. അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയാൻ, ഇനി കണ്ടോ, സ്വന്തം ശരീരം കൊണ്ട് മറ്റുള്ളവരെക്കാൾ സ്വന്തം ശരീരം ദീനിനു വേണ്ടി സമർപ്പിക്കുന്ന രംഗം നോക്കിക്കോ. ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻതലഖതു യൗമൽ യർമൂക്, യർമൂക് യുദ്ധ ദിവസത്തിന് ഞാൻ യുദ്ധത്തിന് പോയി. എന്റെ ഒരു എളാപ്പാന്റെ മോനെ കാണുന്നില്ല. ഞാൻ അവനങ്ങനെ അന്വേഷിക്കാണ്, യുദ്ധക്കളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ. എന്റെ എളാപ്പയുടെ മോനെ ഞാനിങ്ങനെ തിരക്കി നടക്കുന്നതിന്റെ ഇടയിൽ, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, എന്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്. വാനാക്കൂൽ, ഞാൻ എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സ്വന്തം ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻകാന ബിഹി റമഖുൻ സഖൈതുഹു, അവസാന ശ്വാസം എന്റെ ജേഷ്ഠനിലുണ്ടെങ്കിൽ ഈ വെള്ളം ഞാൻ അവന് കൊടുക്കും. ഒരു ശ്വാസെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അവസാന നിമിഷം അയാൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ വെള്ളം അയാൾക്ക് കുടിപ്പിക്കുന്നു. മനസ്സിലിങ്ങനെ കരുതി ഇങ്ങനെ തെരഞ്ഞെടുക്കുക, വീട് കിടക്കുന്നതിൽ എന്റെ എളാപ്പാന്റെ മോനുണ്ടോ ഷഹീദായി കിടക്കുന്നതിൽ എന്നിങ്ങനെ നോക്കുമ്പോ അനബിഹി, ഞാനിങ്ങനെ നടക്കുമ്പോ എന്റെ തൊട്ടടുത്തതാ എന്റെ എളാപ്പയുടെ മോൻ കിടക്കുന്നു. ഞാൻ അവിടെ ചെന്നു. ഫഖുൽതു അസ്തീഖ്, ഞാൻ നിനക്ക് കുറച്ച് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോ നോക്കണം, യുദ്ധക്കളത്തിൽ വെട്ടും കുത്തുമേറ്റ് വീണ് കിടക്കുന്ന പെടയുന്ന സഹോദരൻ, ആ സഹോദരൻ അന്ത്യശ്വാസം വലിക്കാണ്. ആ സഹോദരനോട് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചപ്പം ഫഖാല, അവിടുന്ന് പറഞ്ഞത് അൻനാം, അതെ അതെ, കിട്ടിയാ കുഴപ്പമില്ല. കാരണം ഒരു കുടം വെള്ളം കിട്ടിയാ കുടിക്കും, അത്രത്തോളം ദാഹമുണ്ട്. മരണവെപ്രാളത്തിൽ എല്ലാ നിലക്കും ക്ഷീണിച്ചു നിൽക്കുമ്പോ പറഞ്ഞു അൻനാം, അതെ, കുറച്ച് കിട്ടിയാ കുഴപ്പമില്ല. അങ്ങനെ ഞാനത് കൊടുക്കുമ്പം ഫൈദാ ബിറജുലിൻ യഖൂൽ,
അപ്പോ എന്റെ എളാപ്പയുടെ മോന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വേറൊരാള് ഹാഹു ഹാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ആഹ് ആഹ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. വെള്ളം കിട്ടാൻ അങ്ങേയറ്റം വിഷമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ആ ശബ്ദം കേട്ടപ്പം. ഫാഷാറ ഇലയ്യ ഇബ്നു അമ്മീ, അപ്പൊ എന്റെ ജേട്ടൻ, എന്റെ എളാപ്പന്റെ മോൻ എന്നോട് ചൂണ്ടിക്കാണിച്ചു. പറയാൻ വയ്യ. ആ കൂട്ടുകാരന് കൊണ്ടുപോയി കൊടുക്ക്, മുസ്ലിമായ സഹോദരന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം ഫൈദാഹു ഹിശാം ഇബ്നുൽ ആസ്, ആ വീട് കിടക്കുന്നത് ഹിശാം ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാൻ. ഞാൻ വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. അസ്തീക, ഞാൻ നിനക്ക് വെള്ളം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ തല കൊണ്ട് ആംഗ്യം ചെയ്തു. അന്നഅമ്മദേ. അപ്പൊ ഫസമിയ റജുലൻ ആഖറ, അയാൾ വേറൊരാളുടെ ശബ്ദം കേൾക്കുന്നു. യഖൂലു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വേറൊരാളെ കേൾക്കുന്നു. അപ്പൊ ഹിഷാം എന്നോട് ചൂണ്ടിക്കാണിച്ചു. ആംഗ്യഭാഷയിൽ എന്നോട് പറഞ്ഞു, അവിടെ പോയി അദ്ദേഹത്തിന് കൊടുക്കണം വെള്ളം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ഫജിഅ്തു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ഫൈദാ ഹുവ ഖദ് മാത്, ചെന്ന് നോക്കുമ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു. ആ നിലവിളിച്ച ആള് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ചെന്ന് ചുണ്ടിൽ വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചിരിക്കുന്നു, വെള്ളം സ്വീകരിക്കുന്നില്ല. ഞാൻ നേരെ ഓടി, തൊട്ടടുത്ത് ഹിഷാമാണല്ലോ, ഹിഷാം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടി. ഫൈദാ ഹുവ ഖദ് മാത്, അപ്പൊ അയാളും മരിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ഞാൻ ഇല്ല. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്റെ എളാപ്പാന്റെ കുട്ടിക്ക് എന്നെ കൊടുക്കാന്ന് കരുതിയിട്ട് എളാപ്പാന്റെ കുട്ടിന്റെ അടുത്തേക്ക് ഓടി. ഫൈദാ ഹുവ ഖദ് മാത്, അദ്ദേഹവും മരിച്ചിരിക്കുന്നു. കണ്ടോ നിങ്ങൾ, സ്വന്തം ശരീരം ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ, തന്നെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്ന ചിത്രം എന്തിനു വേണ്ടി? ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇങ്ങനെ എത്ര 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 സംഭവങ്ങൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമയം വൈകിയിട്ടുണ്ട്. നിർത്താൻ സമയമായല്ലോ, തുടങ്ങിയതനുസരിച്ച്. അതുകൊണ്ട് നിർത്തുകയാണ്. ആയത്തുകൾ നമുക്കങ്ങോട്ട് പൂർത്തിയാക്കണം. അതങ്ങോട്ട് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം നേരെ ആയത്തുകളുടെ അർത്ഥസാധ്യത ഒന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സ്വന്തം ശരീരം സമർപ്പിച്ച, അതുപോലെ തന്നെ മുതൽ സമർപ്പിച്ച സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും നമുക്ക് മാതൃകയാണ്. ഇനി അല്ലാഹു തആല ചോദിക്കുന്നത് എന്താ? അടുത്ത ഭാഗം അല്ലാഹു ചോദിക്കുന്നത്, ഖുൽ, നബിയെ നിങ്ങൾ ഇവരോട് ചോദിക്കണം, നിങ്ങളുടെ മതനിഷ്ഠ നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ? ഇവര് പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാന്ന് പറഞ്ഞു വരികയാണല്ലോ. അപ്പൊ നബി നിങ്ങൾ അവരോട് ചോദിക്കുക, അള്ളാഹ് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങളുടെ മതത്തിന്റെ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ? നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ നിങ്ങൾക്ക് ഈമാനുണ്ടെന്ന്? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിന് ആകാശഭൂമികളിലുള്ള എല്ലാം അറിയും. ഇതുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കേണ്ട കേസല്ല, എല്ലാം അവൻ അറിയാം. നല്ല പിള്ള ചമയാൻ പാടില്ല, റിയാ കാണിക്കരുത്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരിക്കലും നല്ല പിള്ള ചമയുന്ന ഒരവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ അള്ളാഹുവിന്റെ ആളാ തഖ്വയുണ്ട് ഇതുണ്ട് എന്നൊന്നും പുറംപൂച്ച് കാണിക്കണ്ട. ഒക്കെ അള്ളാഹുവിനറിയാം. ഉണ്ടെങ്കിൽ ഉണ്ടാകും, അതുണ്ടോ അല്ലേന്ന് അള്ളാഹു തീരുമാനിച്ചോളൂ. നിങ്ങൾ വന്ന് ആമന്ന എന്ന് പറഞ്ഞത് സമർത്ഥിക്കാൻ നിൽക്കണ്ട. ഖുല്ലാ തുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നബിയെ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങളുടെ മതനിഷ്ഠ, മതചിട്ട പടച്ച റബ്ബിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ പരമരഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹുവിന് എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. യമുന്നൂന അലൈക്, നബിയെ നിങ്ങളുടെ മേൽ അവർ ചെയ്ത വലിയൊരു ഔദാര്യമായി അവർ പരിചയപ്പെടുത്തുന്നു. അന്നസ്ലമു, അവർ മുസ്ലിമായി എന്നത്. നബിയെ നിങ്ങൾ അവരോട് പറയണം, ഖുൽ, അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായി എന്നത് വലിയൊരു കാര്യമായി എൻ്റെ അടുത്ത് വന്ന് അവതരിപ്പിക്കണ്ട, അതൊരു ഔദാര്യമായി പറയണ്ട, അത് നിങ്ങളെ ക്രെഡിറ്റായി അവകാശപ്പെടണ്ട. അങ്ങനെ നിങ്ങളെ വാദം ശരിയാണെങ്കിൽ, ഈ വന്നവരുടെ ഉള്ളിലേക്ക് ഈമാൻ തട്ടിയിട്ടില്ല എന്നാലും പറയുന്നു, നിങ്ങളെ വാദം ശരിയാണെങ്കിൽ ബലില്ലാഹു യമുന്നു അലൈക്കും, എങ്കിലും അല്ല നിങ്ങളുടെ മേൽ ഇങ്ങോട്ട് അല്ല ചെയ്ത കാര്യം എടുത്തു പറയുകയാണ്, അല്ല നൽകിയ ഔദാര്യം പറയാൻ.
ഇത് നിങ്ങളെ ക്രെഡിറ്റ് അല്ല. അൻഹദാകും ലില്ലീമാൻ, ഈമാൻ എന്ന സത്യത്തിലേക്ക് നിങ്ങളെ ചേർത്തു തന്നപ്പോ അതിന്റെ ക്രെഡിറ്റ് പടച്ചറപ്പിനാണ്. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ല, മറിച്ച് അള്ളാഹു നൽകിയ വലിയ ഒരു തൗഫീഖാണ്, ഒരു സൗഭാഗ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നിട്ട് ഞങ്ങൾ മൂമിനായില്ലേ, ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ കൂടെ ഞങ്ങളോട് യുദ്ധത്തിന് വരാതെ തന്നെ പ്രസ്ഥാനത്തിലേക്ക് കണ്ടറിഞ്ഞു വന്നവരല്ലേ, ഞങ്ങളെ കൂടുതൽ പരിഗണിക്കണം, ഞങ്ങൾക്ക് കൂടുതൽ സദഖ തരണം, ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ വരേണ്ടതില്ല. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർള്, അല്ലാഹുവിന് നിങ്ങളുടെ ആകാശഭൂമികളിലുള്ള മുഴുവൻ അദൃശ്യ കാര്യങ്ങളും റബ്ബിനറിയാം. എല്ലാം അല്ലാഹുവിനറിയാം. ഓരോരുത്തരുടെയും നെഞ്ചകത്തുള്ള കാര്യങ്ങൾ അവനറിയാം. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവനാണ്. അതുകൊണ്ട് പേടിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ. റിയാ പാടില്ല എന്നാണ് ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചത്. റിയാ പാടില്ല, ലോകമാന്യം പാടില്ല. ഇന്ന് മനുഷ്യൻ അമല് ചെയ്യുന്നത് മുഴുവൻ ലോകമാന്യത്തിന് വേണ്ടിയാ അല്ലേ? ഒരു സംഭാവന കൊടുത്താൽ പേര് വായിച്ചോളണം എന്ന് പറഞ്ഞാൽ പരസ്യമായി സംഭാവന കൊടുക്കാൻ പാടില്ലെന്നല്ല. ഖുർആൻ പറഞ്ഞു, വെളിവാക്കി നിങ്ങൾ ചെയ്താൽ, പരസ്യമായി നിങ്ങൾ നന്മ ചെയ്താൽ, സദഖ ചെയ്യുമ്പോൾ നിങ്ങൾ അത് പരസ്യമാക്കി കൊടുത്താൽ ഫനിഇമ്മാഹി, അതും നല്ലത് തന്നെയാണ്. പക്ഷേ മറച്ചു ചെയ്യൽ, ഇടത്തെ കൈ വലത്തെ കൈ കൊടുത്തത് അറിയാതെ ചെയ്യുന്നത്, അതിന് വലിയ മഹത്വമുണ്ട്. അതേസമയം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറഞ്ഞു, ഇയാൾ പരസ്യമായിട്ട് 100 രൂപ കൊടുക്കുമ്പോൾ വേറൊരാള് 200 കൊടുക്കും, ആ ഉദ്ദേശത്തോടു കൂടെ 100 രൂപ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവിടെ കുഴപ്പമില്ല. അത് നമ്മൾ എന്തിനാ? ദീനിന് കാര്യം കിട്ടാൻ വേണ്ടിയാ. ഞാൻ 100 കൊടുത്താൽ മറ്റോൻ്റെ മേലെ നിൽക്കണ വിചാരിച്ച് 200 കൊടുക്കുന്നു, അത് മറ്റോന് ചെയ്യാലോ. കുഴപ്പമില്ലാത്തൊരു മേഖലയാണ്. ഹസദ് പറ്റുന്ന ഒരു മേഖലയാണ്. 2 മേഖല. ഒന്ന്, വലിയ ഇൽമുള്ള ഒരാളെ കാണുമ്പോൾ എന്താ അയാളായിട്ട് അങ്ങനെ പഠിക്കാൻ, ഞാൻ അയാളെക്കാൾ പഠിച്ചു ഉയർന്നു കരുതുക, അല്ലാതെ അയാൾ തൊലഞ്ഞു പോകട്ടെ എന്ന് മനസ്സിലാക്കരുത്. ഞാൻ അയാളെക്കാൾ ഉഷാറാകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു 2 കാര്യത്തിലേ ഹസദുള്ളൂ. ഒന്ന്, ഒരാൾക്ക് ഇൽമു കിട്ടിയത് കാണുമ്പോൾ അതിൽ അസൂയ വെക്കാം, ഞാൻ അയാളെക്കാൾ ഉഷാറാകുന്നു. അതുപോലെ തന്നെ ഒരാൾ സംഭാവന ഏത് സദസ്സിൽ വന്നാലും 500, 1000 ഒക്കെ ഇങ്ങനെ കൊടുക്കുക അയാൾ. അപ്പൊ മറ്റേ ആൾക്ക് എന്താ ഓനായിട്ട് കൊടുക്കാൻ, നമ്മളെടുത്തൂല്ലേ പൈസ, നമ്മൾ ഉമ്മ പറ്റ കുട്ടി തന്നെയല്ലേ എന്ന് കരുതിയിട്ട് ഇവനും പൈസ കൊടുക്കുക, അത് പറ്റുന്ന. പക്ഷെ അള്ളാഹു ഈ പറഞ്ഞ 2 സ്ഥലത്തും നമുക്ക് അസൂയ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അല്ലേ, ഒരാൾ എത്ര കൊടുക്കുകയാണെങ്കിൽ മോനജി കൊടുത്തോ 10 റുപ്യാണെങ്കിൽ എന്റേതായ ഞാൻ കൊടുക്കുള്ളൂ, ഈ മേലെ തന്നെയാണ് എന്ന ലെവലായിരിക്കും നമ്മുടെ അടുത്ത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിർബന്ധമായും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. റിയാ, ലോകമാന്യം, നല്ല പിള്ള ചമയുക എന്ന ഒരു വിഷയം നമ്മുടെ അടുത്തുണ്ടാവാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ, അതാ പള്ളിയിൽ വെച്ച് ഒരാൾ സുജൂദിൽ കിടന്ന് കരയുന്ന രംഗം കാണുകയാണ്. അബൂ ഉമാമത്തുൽ ബാഹിലി സുജൂദിൽ ഇങ്ങനെ കിടന്നിട്ട് തേങ്ങി കരയാണ്. മനുഷ്യനെ കണ്ടപ്പോ നമ്മളെന്താ പറയാ, പള്ളിയിൽ ഒരാൾ സുജൂദ് ചെയ്യുമ്പോ ഇങ്ങനെ തേങ്ങി കരയുന്ന രംഗം കണ്ടു. നല്ല മനുഷ്യട്ടോ, നമ്മൾ വേഗം പോയിട്ട് കൈ പിടിച്ച് മുത്തും, എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ദ്വാരക്കണം എന്നൊക്കെ പറയും. അത് ചെയ്യണം, അത് വേറെ വിഷയം. നമ്മൾ ബാഹ്യ കാര്യങ്ങൾ തീരുമാനിക്കുക, നമ്മൾ ബാഹ്യ പ്രകടനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു കഥയുണ്ട്. ഇത് കണ്ടപ്പോ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളാവുമ്പോ അവർക്ക് ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള കഥ അറിയാൻ കഴിയുമല്ലോ. ഇയാളെ സംഭവം ചിലപ്പോൾ അറിയാൻ മതി. ഈ കരച്ചില് മനുഷ്യന്മാരെ മുന്നിൽ വന്നിട്ടുള്ള കരച്ചിലാണ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അന്ത ലൗ കാന ഹാദാ ഫീ ബൈതിക, അന്ത ലൗ കാന ഹാദാ ഫീ ബൈതിക, ഈ തന്നെയാണ്, പക്ഷെ ദ്വല പൊരയിലും വേണം. പൊരേന്ന് നിൽക്കരിക്കുമ്പോൾ ദ്വല കരയാൻ കഴിയുമെങ്കിൽ ഈ ഒരു വലിയ ആൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒന്നും അല്ലടോ. ഇയാളെ അടുത്ത് ചെന്നിട്ട് പറയാ, സുജൂദിൽ കിടന്ന് കരയുന്ന മനുഷ്യനോട്, ഇത് ജനങ്ങൾ കാണാനായിരിക്കാം ചിലപ്പോൾ കരയുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നോക്ക് നിങ്ങൾ ആ പ്രയോഗത്തിന്റെ ഒക്കെ ഒരു ഭംഗി. അന്ത ഈ എന്നെയാണ്. ലൗ കാന ഹാദാ ഫീ ബൈതിക, ഇതെന്റെ പ്രൈവറ്റ് റൂമൊന്നും ഉണ്ടെങ്കിൽ ജനങ്ങളെ കാണുമ്പോൾ സുന്നത്തുക്കരിക്കും, വീട്ടിലാണെങ്കിൽ സുന്നത്തുക്കരിക്കൂല. ജനങ്ങളെ കാണുമ്പോൾ വലിയ ഭക്തി, വീട്ടിലാണെങ്കിൽ കോഴി കൊത്തും പോലെ നിസ്കാരം നിർവഹിക്കുന്നു. ഒറ്റക്കാണെങ്കിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 ലക്ഷണങ്ങളുണ്ട് മുറായിക്ക്. ദിൽ മുറായി 4 അലാമാത്ത്. നല്ല പിള്ള ചമയുന്ന ലോകമാന്യക്കാരന് 4 ലക്ഷണങ്ങളുണ്ട്. അത് നേരെ അങ്ങോട്ട് എണ്ണയിട്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. യക്സലു ഇദാ കാന വഹ്ദ, ഒറ്റക്കാണെങ്കിൽ അവൻ അലസതയായിരിക്കുന്നു, സുന്നത്ത് കരിക്കൂല, ഫർദ് മാത്രമേ കരിക്കുള്ളൂ.
പള്ളിയിലാണെങ്കിൽ സുന്നത്തുക്കരിക്കും. ഇതൊക്കെ നമ്മളെടുത്തുണ്ടോ നോക്കിയാൽ അത് വേഗം തിരിയും. ആരാണ് ലോകമാന്യക്കാരൻ? ആള് കാണുമ്പോ കുറച്ച് ഉഷാറാകുണ്ടോ? എക്സലു ഇതാക്കാൻ വഹദ, ഒറ്റക്കാണെങ്കിൽ അവൻ അലസതയായിരിക്കും, ഫർളനെ കരിക്കില്ല. വയൻഷതു ഇദാ കാന ഫിന്നാസ്, ജനങ്ങളെ കൂടെയാണെങ്കിൽ നല്ല ഉന്മേഷമായിരിക്കും. 20 റക്അത്ത് തറാവീഹും, അത് കഴിഞ്ഞിട്ട് വിത്തറും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും നിൽക്കാറുണ്ടെങ്കിൽ അതൊക്കെ നിർവഹിച്ചിട്ടേ ആൾ പോകുള്ളൂ, ജനങ്ങളൊപ്പാവുമ്പോൾ. ഇത് ലോകമാന്യക്കാരന്റെ 2 ലക്ഷണങ്ങളാണ്. മൂന്നാമത്തത് വയസീദു ഫിൽ അമലി ഇദാ ഉസ്നിയ അലൈഹി, അയാളിങ്ങനെ ഖുർആനോത്, ആ ഖുർആനോത്ത് നിങ്ങൾ കണ്ടു, പിന്നെ അയാൾ പീഡിയക്കൊലായ്മയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നിങ്ങൾ പറയാം അയമാക്ക ഇങ്ങനെ ഖുർആൻ ഓത് തന്നെയാണ്, ഇന്ന് ഒരുപാട് ഓതിയിട്ടുണ്ട് അയമാക്കാം, നാളെ ഇന്ന് 1 ജുസ ഓതിയെങ്കിൽ നാളെ 2 ജുസ ഓതും. വയസീദു ഫിൽ അമലി, അമല് വർദ്ധിപ്പിക്കും. ഇദാ ഉസ്നിയ അലൈഹി, ഇദാ ഉസ്നിയ അലൈഹി, അയാളെ മദ്ഹ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ. അതേ സമയത്തോ വയൻഖുസു ഇദാ ദുമ്മ, ഇയാൾ ഖുർആൻ ഓതി, പക്ഷെ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനോത്തൊക്കെ നമുക്ക് അറിയാവുന്ന ഒരാൾ പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അഹയമാര് പറയണത് അഞ്ഞ് നോക്കന്നെ വേണ്ട വിചാരിച്ചിട്ട് ഖുർആൻ തുറന്നെ നോക്കൂല. ഇതൊക്കെ റിയാഇന്റെ ലക്ഷണങ്ങളാണ്, ലോകമാനത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാഹു വജ്ഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താനുള്ളത്, യഥാർത്ഥ വിശ്വാസികൾ നേരത്തെ പറഞ്ഞ മര്യാദകളൊക്കെ പാലിച്ച് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകൾ തീർത്ത് നാവും അവയവങ്ങളും ഖൽബും എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കണം, എല്ലാം വിശുദ്ധമാക്കി ജീവിക്കണം. അപ്പോഴേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിലൂടെ ഈ 5 ദിവസമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിച്ച ആശയം. അത് ചെറിയ രൂപത്തിലൊന്ന് ചർച്ച ചെയ്തു എന്ന് മാത്രം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 5 ദിനവും നമ്മൾ ഒത്തുകൂടിയത് പൊരുത്തപ്പെടുന്ന ഒരു അമലാക്കട്ടെ. ഒരു കാര്യം ഉണർത്താനുള്ളത് വിശ്വാസം. അതാണ് നമ്മുടെ കാതലായ കാര്യം, വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെ നമുക്ക് എല്ലാ ദുഷിച്ച കർമ്മങ്ങളിൽ നിന്നും ദുഷിച്ച വിശ്വാസങ്ങളിൽ നിന്നും മോചനം ഉറപ്പാക്കി ആ വിമോചനത്തിലൂടെ നമുക്ക് പടച്ച റബ്ബിന്റെ അടുത്ത് മുന്നേറാൻ സാധിക്കണം. വിശ്വാസം, വിമോചനം, മുന്നേറ്റം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യത്തിൽ ഈ വരുന്ന 18, 19 തീയതികളിൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. എല്ലാവരെയും അങ്ങോട്ട് സാദരം ക്ഷണിക്കുകയാണ്. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. നാം സമ്മേളനം നടത്തുന്നത് ദീനീ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് മറ്റു ഭൗതിക ലക്ഷ്യങ്ങളില്ല. ദീൻ, ആ ദീൻ പറയുക, ദീനിനു വേണ്ടി പ്രവർത്തിക്കുക, ഇതുമാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ഉണർത്തുന്നു, SYSന്റെ ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണമെന്ന് അവസാനമായി നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ.